നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിപ്പോയി. നോക്കൂ, ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിന്നത് ഷാനവാസിൻ്റെ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഷാനവാസിനെ ലാലേട്ടൻ ഇട്ടിട്ട് വലിച്ച് കീറിയൊരു വിഷയമാണ് അല്ലേ. ഇതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അനീഷിനെ ഇട്ടിട്ട് ലാലേട്ടൻ പൊരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊമോ അല്ലേ. അപ്പോൾ അനീഷിനെ ലാലേട്ടൻ പൊരിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഷാനവാസിനെ ഫ്രൈ ചെയ്ത് ഉലർത്തി മുറിച്ച് പൊളിക്കുന്നത്. അതായത് ഷാനവാസ് ലിറ്ററലി ഇന്നലെ കംപ്ലീറ്റ് ലാലേട്ടൻ വന്ന് തകർത്ത് കളഞ്ഞു. എല്ലാ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാനവാസിനെ തകർത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഷാനവാസ് ഇന്നലെ നേരിട്ടുള്ള സംഭവം, നിങ്ങൾ ഫാൻസിൻ്റെ സംഭവം മാറ്റി വയ്ക്കും കേട്ടോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്നവർ, ലൈവ് കാണുന്നവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഷാനവാസിൻ്റെ പ്രകടനത്തിലെ നിലവാര തകർച്ച, ഇതന്നെയാണ് ഞാൻ അതിനുള്ള കറക്റ്റ് വേർഡിങ് തോന്നുന്നുണ്ട്. ഷാനവാസിൻ്റെ പ്രകടനത്തിൽ നിലവാര തകർച്ച കാണുന്നവർക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ അതിശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷാനവാസിൻ്റെ കടുത്ത ആരാധകർക്കും ഇതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ട് ഷാനവാസിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ചില ആൾക്കാർക്കും നേരെ മറിച്ചാണ് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഷാനവാസിന് കടുത്ത അനീതി നേരിട്ടു ഷാനവാസ്. ഇതിന് വലിയൊരു കാരണക്കാരൻ അനീഷാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അനീഷ് ഷാനവാസ് കോംബോ, ഷാനവാസ് സെപ്പറേറ്റ് അനീഷ് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തു വരുന്നു. ഇതിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അനീഷും ഷാനവാസും തമ്മിലുള്ള ബന്ധം, അത് ഷാനവാസ് വഷളാക്കിയതും ഇത് കംപ്ലീറ്റ് വഷളായതും ഷാനവാസ് കൂടുതൽ വഷളാക്കിയതും. അതിനുശേഷം ലക്ഷ്മി ആക്ച്വലി അനീഷിനോട് ചോദിക്കുകയാണ്. അനീഷ് ലക്ഷ്മിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കംപ്ലീറ്റ് ഓഡിയോ വെച്ചിട്ട്, അതായത് ലൈവിൽ എന്താണോ നമ്മളെ കാണിച്ചിട്ടുള്ളത്, എന്തായാലും അതിലേറെ കൂടുതലല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ, ഇല്ലാത്തത് കാണിക്കില്ലല്ലോ. അപ്പോൾ ലൈവിൽ കാണിച്ചിട്ടുള്ള അനീഷ് ആ ലൈവിൽ നിന്ന് പറഞ്ഞ വർത്തമാനം, അതായത് അനീഷിന് എത്രത്തോളം ഷാനവാസിനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഞാൻ അതിന് വീഡിയോ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് കണ്ടല്ലോ. ഏറ്റവും ലാസ്റ്റ് അനീഷിനോട് ചോദിക്കുകയാണ്, ഷാനവാസ് ആരെ സേവ് ചെയ്യണം, അതായത് പിന്നെ ആരെയാണ് സേവ് ചെയ്യാൻ താല്പര്യമുള്ളത്, ആരാണ് സേവ് ചെയ്യാൻ താല്പര്യമുള്ളത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു അല്ലേ. അപ്പോൾ അടുത്ത വീക്ക് ലാലേട്ടൻ ചോദിച്ചു, അതെന്ത് പരിപാടിയാണ്, നിങ്ങൾ പിന്നെ അയാളെ നോമിനേഷനിൽ ഇട്ടിട്ട് അയാളെ പുറത്താക്കാൻ നിന്നതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അയാളെ സേവ് ചെയ്യുന്നു? ഈ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞിട്ടുള്ളൊരു മറുപടി ഉണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ദഹിച്ചിട്ടുള്ളൊരു മറുപടി ഉണ്ട്. അതായത് ദഹിച്ചിരുന്നല്ല, എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയൊരു മറുപടിയിലുള്ള ആ ഒരു ഉള്ളടക്കതാണ്. അനീഷിന് യഥാർത്ഥത്തിൽ ഷാനവാസിനോട് ഇഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഷാനവാസിനും ആ തിരിച്ചഷ്ടം അനീഷിനോടുണ്ട്. കാരണം ഷാനവാസിൻ്റെ ആ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരു പരിധി വരെ ഞാൻ പറയണം. പക്ഷേ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി, ഈ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരും അല്ലാത്തവരും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതുപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഈ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഗെയിമിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള, സത്യം തന്നെ ലക്ഷ്മിയുടെ വർത്തമാനം കടമെടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ടല്ലോ, ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഷാനവാസ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ നിന്നിട്ടാണോ ഷാനവാസ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ സംശയം തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതിയിൽ മറുപടിയായിട്ട് ഷാനവാസ് അനുമോളെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമായി. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞാനത് പറഞ്ഞ സമയത്തും ഞാൻ ഭയങ്കരമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടും ഞാൻ പറഞ്ഞു, ഷാനവാസ് അത് ചെയ്തതായിരിക്കില്ല, അത് ചിലപ്പോൾ അതിൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് പോയതായിരിക്കും, മനഃപൂർവ്വം ഷാനവാസ് ചെയ്തതായിരിക്കില്ല, ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയതാവും. കാരണം ഓൾറെഡി ലാലേട്ടൻ്റെ അടുത്ത് ഇത്ര കിട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ മൈൻഡിൽ അനീഷിനെ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അനീഷിൻ്റെ മനസ്സ് വന്നത് നമ്മൾ രണ്ടാളുണ്ടല്ലോ, എന്നാൽ മൂന്നാമതൊരാളെ ചിലപ്പോൾ ചിന്തിച്ചതായിരിക്കാം. മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, മനുഷ്യൻ പല സിറ്റുവേഷനിലും പല രീതിയിലും ബിഹേവ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയല്ലേ, നമുക്ക് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ ഷാനവാസ് ഹേറ്ററല്ല, ഷാനവാസിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അയാളുടെ കളി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം നമുക്ക് യോജിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു മെൻറ്റാലിറ്റി ഇതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട എന്താണെന്ന് വെച്ചാൽ,
ഈ അനീഷിനെ എതിർക്കുന്നവർ, അതായത് മറ്റുള്ള 10 കണ്ടസ്റ്റൻസിൻ്റെ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നവരും അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരും പോസ്റ്റ് ഇടുന്നവരുമായിട്ടുള്ള ചില ആൾക്കാരുടെ പരാമർശങ്ങൾ എന്നെ സത്യം പറഞ്ഞാൽ അതിശയപ്പെടുത്തി എന്ന് പറയുന്നില്ല. കാരണം ഇത് അവരുടെ ഭാഗത്തു നിന്ന് ഇതേ നമ്മൾ ഏത് സീസണിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, 2 കാര്യമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന്, ഷാനവാസിൻ്റെ തകർച്ച. ഷാനവാസ് ആകെ തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഷാനവാസ് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഷോ. അത് ഞാൻ അതിലേക്ക് വരാം ലാസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഷാനവാസിൻ്റെ തകർച്ച അനീഷ് കാരണം ആണ് എന്നാണ് ഒരു വിഭാഗം വളരെ ശക്തമായി മുറവിളി കൂട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ എല്ലാ സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ സമയത്ത് അത്രയും നല്ല ശക്തനായിട്ടുള്ള ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു, ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു. ഷാനവാസിന് അടിപതറിയത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ, ആരെക്കൊണ്ടും മെരുക്കാൻ പറ്റാത്ത വ്യക്തിയായിട്ടുള്ള അനീഷിനെ മെരുക്കാൻ സാധിച്ചു. അത് മെരുക്കാൻ ബുദ്ധിമുട്ടിറങ്ങിയത് ഷാനവാസാണോ? അതാണ് ഇത്ര ഷാനവാസിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ജൈത്രയാത്ര, കപ്പിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് തടസ്സമായിട്ട് നിന്നത് എന്നുള്ള രീതിയിലുള്ള പല പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റും കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട സമയത്ത് ഞാൻ വെച്ചു, ഭഗവാനെ എവിടുന്ന് എവിടേക്കൊക്കെയാണ് ഇവർ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നുള്ളതും സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ വായന്ന് വീണില്ലേ. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തവരെയാണ് പ്രശ്നം. അതായത് അക്ബറിൻ്റെ കേസിലാണ് പറഞ്ഞതെങ്കിലും ബിഗ് ബോസിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തവരെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ പോലെയാണ് ഷാനവാസിൻ്റെ അവസ്ഥ. കാരണം ഷാനവാസിന് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നു. എനിക്കൊന്നും അറിയില്ല, അതിനൊന്നും അറിയില്ല. ഗെയിം അറിയില്ല, ടാസ്ക് അറിയില്ല, ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല. തലയുടെ ആ ഒരു എപ്പോഴും ഈഗോയിസ്റ്റിക്കാണ് അല്ലേ, ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന് ഈഗോയിസ്റ്റിക്കാണ്, പിന്നെ ഒരുപാട് മൈൻഡ് ഗെയിമല്ല, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടും. അയാൾ എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, പിന്നെ എന്നെ പറ്റിക്കുക. അത് നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ പറ്റിക്കാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ഓവറായിട്ട് നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്താ അറിയുമോ, നമുക്ക് ആ ഒരു ക്യാരക്ടറുണ്ട്. ഞാൻ എല്ലാവരും പറ്റിക്കാൻ നടക്കുന്ന സമയത്ത്, ഞാൻ എല്ലാവരും ചതിക്കാനും പറ്റിക്കാനും നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നും ഞാൻ ഇവനോട് ഇങ്ങനെയാണ് ശരി, ഞാൻ ഈ ഒരു കണ്ടീഷനിലാണ് ഇവനോട് ഈ പെരുമാറിയത്, ഞാൻ അവനെ ഒരു നല്ല ട്രൂ ഇൻറ്റൻഷനിലായിരുന്നില്ല. അപ്പം മിക്കവാറും അവനും ഈ ഒരു ഒറ്റ തൊണ്ടല്ല ആയിരിക്കും എന്നോട്. ഈ ചിന്തയാണ് ഷാനവാസിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ശരിക്കും നല്ല രീതിയിൽ അവിടെ കപ്പടിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതുകൊണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് അനീഷ് തന്നെ തകർത്ത് പുറത്തു വന്നതും ഷാനവാസ് ഒറ്റപ്പെട്ട ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഷാനവാസിന് ബിഗ് ബോസിൽ തുടർന്നു പോകാൻ പറ്റാത്തതെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. എന്തൊരവസ്ഥയാണ് നോക്കണേ. ഒരു വിഭാഗം അപ്പുറത്ത് PR ഉണ്ട് എന്ന് സമ്മതിച്ചിട്ട് അതും കൂടി അനീഷിൻ്റെ പേരിൽ തലക്കടിച്ച് വെച്ചിരിക്കുകയാണ്. അത് അനീഷിന് PR ഉണ്ട്. അനീഷ് ഇപ്പോൾ പറഞ്ഞു നോക്കുന്ന സമയത്ത് അനീഷിന് മാത്രമേ PR ഉള്ളൂ. 16 ലക്ഷം PR ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ 36 ലക്ഷം രൂപ കൊടുത്താലേ PR കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പകുതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 5 ലക്ഷത്തിന് പോലും കാശില്ല. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ മറ്റു ചാനലിൽ ചെയ്തിട്ടുണ്ട്, കോപ്പർ റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് PR എന്നുള്ള എത്ര രൂപയാണ്, അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല അവർക്ക്. പക്ഷേ PR എന്നുള്ള സംഭവമുണ്ട്, ഇതിന് ഇത്ര രൂപയാണ് കൊടുക്കുന്നത്. അനീഷിന് PR ഉണ്ട്. പിന്നെ ഒന്നും കിട്ടാത്ത പിടിച്ച് തൂങ്ങിയതാണ് കഴിഞ്ഞ 3 ദിവസം മുന്നേ ഉള്ളൂ, 12 ദിവസം. അതൊക്കെ അനീഷ് സമ്മതിക്കേണ്ട കേസ് സമ്മതിച്ച അത് തെറ്റാണ്. കാരണം 3 ദിവസം മുന്നേ ആയിരിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മൾ അറിയുന്ന കാര്യമില്ല. പക്ഷേ ഇത്ര വലിയൊരു ഡീലിൽ കാര്യമല്ല, മനസ്സിലായോ? അതൊരു വിഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഷാനവാസിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണമാണ് ഇപ്പോൾ ഫൈനലി അനുമോള്, ഷാനവാസ്, അനീഷ്, അക്ബർ ഈ 5ാമത്തെ ഒരു സ്പോട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് ആര്യൻ ഫില്ല് ചെയ്യുമോ അതോ നൂറ ഫില്ല് ചെയ്യുമോ വേറെ ആരെങ്കിലും ഞാൻ മിസ്സായോ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല. ഈ 5ാമത്തെ സ്പോട്ട് ആര് ഫില്ല് ചെയ്യുന്നുണ്ട് നടക്കുന്നത്? ടോപ്പ് 1 ഇൻ ടേംസ് ഓഫ് വോട്ടിംഗ് കപ്പ് നേടാൻ സാധ്യതയുള്ള വ്യക്തി അനുമോൾ. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് ഫാൻ ഫോളോയിങ്ങുള്ള ആൾക്കാരാണ്. വളരെ ശക്തമായിട്ട് മുകളിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് ഒന്ന്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എതിരാളികളെ അടിച്ചിരുത്തേണ്ടത് വലിയ അത്യാവശ്യമാണ്. അതിലടിച്ചിരുത്താൻ നോക്കുന്നത് അക്ബറിനെയാണ്, അനീഷിനെയാണ്. ഷാനവാസിനെ അവർ അത്ര അങ്ങോട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഷാനവാസിൻ്റെ പ്രകടനം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ മോശമായതുകൊണ്ട് ഷാനവാസിനെ അത്ര ഒരു കടുത്ത പ്രതിയോഗിയായിട്ട് അവർ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇതൊന്ന്. 2ാമത്തെ കേസുള്ളത് അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന ഒരു കുട്ടി. അപ്പോൾ ഈ ഒരു ലേബൽ ഇങ്ങനെ വല്ലാതെ ഇറക്കി വരുന്നുണ്ട്. ഒന്ന് ഇതൊരു പ്രൊപ്പഗൻഡയാണ്. 2ാമത്തെ വിഭാഗം ഷാനവാസിൻ്റെ ആൾക്കാർ. ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സത്യം പറഞ്ഞാൽ ഈഗോ ഉള്ള ഒരാളാണ്. അത് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്.
മെയിൽ ഷോവനിസ്റ്റാണ്. എന്നിട്ടും അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ താരപരിവേഷമുള്ള ഒരാളാണ്, ഏറ്റവും സീനിയറായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ആർട്ടിസ്റ്റാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വന്നിട്ട് ഈ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള അനീഷുമായി കൂട്ടുകൂടുന്നു. അനീഷ് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും അനീഷിനെ പൊളിച്ചടക്കം എന്ന് പറഞ്ഞ് നടക്കുന്നതും ഈ ഒരു അനീഷിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറംലോകത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു സാധനം പുറത്തേക്ക് വിടുക. പിന്നെ അനീഷുമായിട്ടുള്ള ഈ സൗഹൃദമാണ് ഇത്ര ഷാനവാസിനെ ഏറ്റവും കൂടുതൽ തകർത്തത് എന്നുള്ളൊരു പ്രചാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നുണ്ട്. എന്താ വെച്ചാൽ എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞിട്ട് രണ്ട് വിഭാഗം കൂടി വളരെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അനീഷിനാണ്. പിന്നെ എന്താ വെച്ചാൽ അനീഷിൻ്റെ കോമണർ ലേബലാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. പുറത്തും ഇതന്നെയാണ് ചർച്ച വരുന്നത്, കോമണർ. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അനീഷ് കോമണർ അല്ല, സമ്മതിച്ചു, അയാൾ സാധാരണക്കാരനല്ല, സമ്മതിച്ചു. പക്ഷെ ഒറ്റ കാര്യം സംശയം, അയാൾ വന്ന കാറ്റഗറി കോമണർ അല്ലേ? ഇനി അതിൽ വല്ല തെറ്റുണ്ടോ? അതിൽ ഇനി ആരെങ്കിലും തിരുത്തലായിട്ട് വരുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്ന സമയത്ത് ജസ്റ്റ് കണ്ട കാര്യം കൊണ്ട് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. ഷാനവാസ് ഷോ ക്വിറ്റ് ചെയ്തു പോകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു റൂമറും കേട്ടു. കാരണം വെച്ചാൽ അയാളുടെ ഈഗോ ഒരുപാട് ഹേർട്ടായിരിക്കുന്നു. ബിഗ് ബോസിനെ കുറിച്ച് ഒരു കാര്യം അറിയാത്ത വ്യക്തി ആയതുകൊണ്ട് ലാലേട്ടൻ ഇതുപോലെ ചീത്ത പറഞ്ഞപ്പോൾ അത് നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഫൊമാറ്റിൽ പെട്ടുള്ള സംഭവം അല്ല എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് പുറം ലോകത്തെ കാര്യങ്ങൾ അറിയാതെ ഷാനവാസ് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള ഒരു പരിപാടി എടുക്കുന്നു എന്നുള്ള രീതിയിലും ചില ആൾക്കാർ പറഞ്ഞു കേട്ടു. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പോയിന്റ് വേറെയുണ്ട്. ഇത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ചില കമൻസിൽ നിന്ന് ചില ആൾക്കാരോട് സംസാരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. താരതമ്യേന ഷാനവാസിന് വോട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഷാനവാസിന് വോട്ട് കുറഞ്ഞു വന്നിട്ട് ഇത്രയും സീനിയറായിട്ടുള്ള ഉള്ളൊരു ആർട്ടിസ്റ്റ്, സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആൾക്കാർ, ഹ്യൂജ് ഫാൻ ഫോളോയിങ്, കുടുംബ ഓഡിയൻസിലൊക്കെ ഇത്രയധികം ഗ്രിപ്പുള്ളൊരു വ്യക്തിക്ക് വോട്ട് കുറയുക, അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇതുപോലത്തെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ഞാൻ പറയുമ്പോൾ ഉബൈദ് ഇബ്രാഹിം അതുപോലത്തെ വലിയ ട്രോളന്മാർ വരെ മണ്ടൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഷാനവാസ് എന്തെങ്കിലും ഒരു ആ ഷാനവാസിൻ്റെതായ പവറുള്ള ആ ഒരു മെയിൽ ഷോവനിസം, ഒരു മെയിൽ മാസ്കുലിൻ ക്യാരക്ടർ കാണിച്ചിട്ട് ഒരു മാസ് കാണിച്ചിട്ട് ഒരു സ്ട്രോങ് ഒരു മാസ് കാണിച്ചിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഏകദേശം കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് അറിഞ്ഞ സമയത്ത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.